ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 2025 അതായത് ന്യൂ ഇയർ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് നല്ല വാർത്തകളൊന്നും തന്നെ നമ്മൾ ആരും കേൾക്കുന്നില്ല അല്ലേ. മൊത്തം ദുരന്ത വാർത്തകൾ മാത്രമാണ് കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജനുവരി മാസം തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ തന്നെയാണ്. ദുരന്തങ്ങളും വെട്ടു കുത്തു കൊല ഇത് മാത്രമേ കാണാനും കേൾക്കാനും ഉള്ളൂ. അതുപോലെ തന്നെ പീഡനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ദുരന്ത വാർത്തകൾ കേട്ട് നമ്മളെല്ലാവരും മരവിച്ചൊരവസ്ഥയിലാണല്ലേ. സത്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെയുള്ള വാർത്തകൾ, നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കേട്ട് മനസ്സ് മരവിച്ചൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാസം തുടങ്ങി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു വാർത്തയും കൂടി വരികയാണ് കേട്ടോ. അതായത് വേറൊന്നുമല്ല, കല്യാണം കഴിഞ്ഞു. കല്യാണ രാത്രിയിൽ പയ്യൻ പെണ്ണിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നു കല്യാണം കഴിച്ചത് ഒരു പെണ്ണിനെയല്ല, ഒരു ട്രാൻസ്ജെൻഡറിനെയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഒരു കല്യാണ ചെറുക്കൻ പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഈ ചെറുക്കൻ നേരെ ഇറ്റലിക്ക്, കാരണം ഇയാൾ ഒരു ഇറ്റലിക്കാരനാണ്, അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ പെൺകുട്ടിയെ കൊണ്ട് സ്വന്തം വീട്ടിലാക്കിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുങ്ങി നേരെ ഇറ്റലിക്ക് പോകുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സത്യമല്ലാത്ത വാർത്തകളും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വോയിസുകളുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. ഞാനിത് അറിഞ്ഞതാ. അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവർ ആ കല്യാണം കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ അന്ന് ഇവർ കടുത്തുരുത്തിക്ക് പോയില്ല. കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട്. അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിലോട്ട് പോകാതെ ദൂരമല്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവർ സ്റ്റേ ചെയ്തു, റാന്നിയിൽ തന്നെ, ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ. അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി. ഇവർ കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലും കയറി ഡ്രസ്സൊക്കെ മാറുകയൊക്കെ ചെയ്തു. അപ്പം ഓർണമെന്റ്സൊക്കെ രാത്രി ഇനിയിപ്പം വേണ്ട, ഓർണമെന്റ്സൊക്കെ ഊരി വെച്ചേക്കെന്ന് പറഞ്ഞ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചവിടെ വെച്ചെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇവനിട്ടൊരു 5 പവൻ്റെ മാലയൊക്കെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ കൂട്ടരൊക്കെ. പക്ഷേ അപ്പം അന്ന് തന്നെ അവൻ ആ സാധനം പിടിച്ച് മേടിച്ചവിടെ നിന്ന്. കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി 1 മണി എങ്ങാണ്ടാകാറായി, 12-1 മണിയായി. കല്യാണ വീടല്ലേ, 1 മണി ആറായപ്പോൾ ചെന്നപ്പം നോക്കിയപ്പോൾ കാണുന്ന സംഭവം എന്നറിയാമോ, ഒരു പാൻറ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ആളിനെയാ കാണുന്നത്. അറിയോ, അയ്യോ അവൻ ആ പാടെ വിഷമിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, വേണ്ടൊക്കെ സംസാരിച്ചു. അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല, ചീറ്റിങ്ങാന്ന് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ പറഞ്ഞു മാല എന്തിയാന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അതെന്തിനാ ആ മാല, അത് ഇപ്പോൾ രാത്രിയിലൊന്നും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട, മാല അങ്ങ് ഊരി വെക്കാം, കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാല അവൻ മേടിച്ചു. 5 പവന്റെ മിന്നിമാലയൊക്കെ ഇട്ടത് സ്റ്റേജ് വെച്ചൊക്കെ ഇടുമല്ലോ, അതെല്ലാം അവൻ മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് പെങ്ങളുടെ വീട്ടിലാ വിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഇവളെ കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു. മിണ്ടിയില്ല. പിന്നെ വീട്ടുകാരുടെ അമ്മയോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെച്ച് ഇവർ ഈ ജീവി അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കടുത്തിരുത്തി കൊണ്ട് വിട്ടേച്ച് അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ UK സ്ഥലം വിട്ടു. UK പോയി. ഇറ്റലിക്ക് എങ്ങാണ്ടും തിരിച്ചു പോയി. അറിയോ, അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റ് കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചന് ഫ്ലൈറ്റിലുണ്ട്. നീ എന്നാടാ എന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴാണ് അമ്മാച്ചനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. സംഭവം ഇന്നതാ, ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ വീട്ടിൽ കൊണ്ട് പറ്റൂ. അവൾക്ക് അപ്പനില്ല, അവിടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാ. ഇവിടെ ദുബായ് ജോലിയുള്ള പെണ്ണായിരുന്നു. ഇവര് ഫേസ്ബുക്ക് കൂടെ കണ്ട് ആലോചന അങ്ങോട്ട് വന്ന, പക്ഷെ ഇവർ ശിഖണ്ഡിയായിരുന്നു. അതാ സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടൊരു വോയിസ് എന്ന് പറയുന്നത് ഈ ചെറുക്കൻ്റെ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ചെറുക്കൻ്റെ ബന്ധുവായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ ഒരു വോയിസ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കല്യാണം കഴിഞ്ഞു രാത്രി പെണ്ണിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അവർ ഒരു പെണ്ണ് ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അങ്ങനെ മനോവിഷമത്തിൽ പയ്യൻ ആകെ അപ്സെറ്റ് ആവുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ താലിമാലയൊക്കെ ഊരി വാങ്ങിയിട്ട് രാവിലെ തന്നെ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇറ്റലിക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു വോയിസാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ശരിക്കും ആ ഒരു സ്ത്രീ, അല്ലെങ്കിൽ അത് ശരിക്കും ഒരു സ്ത്രീ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അത് ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സത്യമായിട്ടുള്ളതും സത്യമല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിത് കേൾക്കുമ്പോൾ അയ്യോ നമ്മളിത് എന്ത് വിശ്വസിക്കണം? ശരിക്കും അത് പെണ്ണായിരുന്നു, അല്ലെങ്കിൽ അത് ട്രാൻസ്ജെൻഡർ ആയിരുന്നു? എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ശരിക്കും ഈ പെണ്ണ് വീട്ടുകാരാണോ ചെറുക്കനെ ചതിച്ചത്, അതോ ചെറുക്കനാണോ ചതിച്ചത്? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെയാണ് ഈ ഒരു ന്യൂസ് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് വീഡിയോ ചെയ്തത് നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ ഷാജൻസ്കറിയ എന്ന് പറയുന്ന ആ ഒരു സാറാണ് ഇതിനെക്കുറിച്ച് ആദ്യം വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ പയ്യൻ തന്നെ, അതായത് ഈ പയ്യൻ കല്യാണം കഴിച്ച ആ ഒരു പെണ്ണിൻ്റെ ചേച്ചിക്ക് അയച്ചിരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. ആ വോയിസിൽ കറക്റ്റായിട്ട് എന്താണ് കാരണം എന്നുള്ളത് ഈ പയ്യൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വോയിസ് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഹലോ ചേച്ചി, ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് വിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതാണ് റീസൺ. എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച്, ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ ഒന്നുമല്ല. എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത്. എനിക്ക് ചേച്ചി ഇപ്പം എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത്
അവൾക്കറിയാം എൻഗേജ്മെൻറ്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്ന ചേച്ചിക്ക്. എന്ന് വെച്ചാൽ അവൾക്ക് എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരാതിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത്. അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ച് പറഞ്ഞോളാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവൻ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ പെൺകുട്ടിയെ അതിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവൻ രാജ്യം തന്നെ വിട്ടു പോവുകയാണ്. അപ്പോൾ ഇവൻ ചെയ്തിരിക്കുന്ന വലിയൊരു തെറ്റ് തന്നെയാണ്. ആ ഒരു തെറ്റ് എന്ന് പറയുന്നതിലുപരി ആ ഒരു പെൺകുട്ടി അതൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു നുണപ്രചരണം കൂടി ഈ പയ്യൻ അങ്ങനെ ഈ ഒരു വോയിസ് റെക്കോർഡിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പയ്യൻ്റെ വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ഈ ഒരു രീതിയിലാണ് ഈ ഒരു വാർത്ത പ്രചരിപ്പിച്ചത്. എന്തായാലും അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ളൊരു നടപടി തന്നെ എടുക്കണം. കാരണം ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെന്ന് പറയുമ്പോഴത്തേക്ക് അവർ നല്ല രീതിയിലുള്ള ഒരു നല്ല ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബക്കാരാണ്. അപ്പോൾ അവിടെ ആ പെൺകുട്ടിയുടെ നാട്ടുകാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ എല്ലാവരും തന്നെ പറയുന്നുണ്ട് ആ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ അല്ല, ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പയ്യൻ്റെ വീട്ടുകാർ ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുകയാണ്. പക്ഷേ ഈ പയ്യൻ്റെ വോയിസിൽ ഇങ്ങനെയൊന്നും പറയുന്നില്ല. ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വഴിയാണ്, അതായത് ഫേസ്ബുക്കിലോ മറ്റുമാണ് ഇവർ ഇഷ്ടപ്പെട്ടതും അതുപോലെ വീഡിയോ കോൾ വഴിയൊക്കെ ഇവർ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുന്നത് ഇങ്ങനെ ഈ ഒരു കല്യാണത്തിനൊക്കെ വരുമ്പോഴാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഇവൻ പറയുന്നൊരു ന്യായീകരണം എന്ന് പറയുന്നത് ഇവൻ ഉദ്ദേശിച്ച് ഇവരുടെ സങ്കല്പത്തിലെ ഒരു പെൺകുട്ടിയല്ല നേരിട്ട് കണ്ടപ്പോൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് ഇനിയിപ്പോൾ മുന്നോട്ട് പോയാലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവും. അതിനൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പയ്യൻ ചെയ്തത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇറ്റലിയിലാണ് ഇവൻ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവൻ ഫുള്ള് മയക്കുമരുന്ന് കഞ്ചാവ് അങ്ങനെയുള്ള പരിപാടിയാണ്, അതോടൊപ്പം തന്നെ പരസ്ത്രീ ബന്ധം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അവിടെയുള്ള ആൾക്കാരൊക്കെ വിളിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ ആണല്ലേ, പൈസ കൂടിപ്പോയാലും പ്രശ്നമാണല്ലോ. പിന്നെ ഈ ഒരു പയ്യൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു സൈക്കോ ആണെന്നാണ് പറയുന്നത്. കാരണം ഒരു സൈക്കോ ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പ്രവൃത്തി അവൻ ചെയ്ത് കല്യാണവും കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം കല്യാണത്തിന് പിറ്റേ ദിവസം ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് സ്വന്തം വീട്ടിലാക്കിയിട്ട് അവൻ കടന്നു കളയുന്നത്. അപ്പോൾ അവനൊരു സൈക്കോ ആയിട്ട് തന്നെയാണ്. എന്തായാലും ആ പെൺകുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. കാരണം നല്ല രീതിയിൽ ആൾക്കാരൊക്കെ അറിഞ്ഞ് നല്ല രീതിയിൽ നടത്തിയ ഒരു കല്യാണം, ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരും കൂടെ വരുത്തി. കാരണം ആ പെൺകുട്ടി ഒരു സ്ത്രീയല്ല, ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക, ആ പെൺകുട്ടിക്കെതിരായിട്ട് ആ ഒരു പെൺകുട്ടിക്ക് അത് എത്രത്തോളം ആ പെൺകുട്ടിക്കും അവരുടെ വീട്ടുകാർക്കൊക്കെ എത്രത്തോളം ആ ഒരു സങ്കടം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവൻ ഇത് ചെയ്യാനുള്ള ഈ ഒരു നാരത്തിനും ചെയ്തിട്ട് അവൻ്റെ കാര്യം നോക്കി അവൻ പോയി. പക്ഷെ അവൻ വിചാരിച്ച് അവനങ്ങനെ പോകുമ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്നാണ്. പക്ഷെ അത് ഒരിക്കലും ഇല്ല. ഇവനെന്തായാലും ഇവനെതിരായിട്ട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവൻ തിരിച്ച് വരേണ്ടി വരും. ഇതിനുള്ള ശിക്ഷ അവന് കിട്ടുക തന്നെ വേണം. കാരണം നമ്മളിപ്പോൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം വളരെ എന്താ പറയുക, നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ്. ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരു പെൺകുട്ടി സ്വന്തം ഭർത്താവിൽ നിന്നും ഇതുപോലെ മാനസികമായിട്ടുള്ള ഒരുപാട് പീഡനങ്ങളുടെ ഒടുവിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. ആ പെൺകുട്ടിക്ക് സൗന്ദര്യം പോരാ, അല്ലെങ്കിൽ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ നിരന്തരമായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും അങ്ങനെ ആ പെൺകുട്ടി മനംനൊന്ത് ആത്മഹത്യ ചെയ്തു. അങ്ങനെയുള്ള വാർത്തകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു വാർത്തയല്ലേ. എന്തായാലും ആ പയ്യൻ്റെ വീട്ടുകാർ, ആ പയ്യൻ പറയുന്നതിൽ ശകലം പോലും സത്യമില്ല. ആ പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി അവരുടെ വീട്ടുകാരൊക്കെ നല്ല രീതിയിലുള്ളൊരു കുടുംബക്കാർ തന്നെയാണ്. നല്ല രീതിയിൽ വിവാഹമൊക്കെ കഴിച്ച് എന്തോ ഒരു സ്വപ്നങ്ങളോടുകൂടി ആയിരിക്കില്ല ആ ഒരു പെൺകുട്ടി ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് വന്നത്. എന്നിട്ട് ആ ഒരു പയ്യൻ്റെ ആ ഒരു സ്വഭാവ ദൂഷ്യം കാരണം ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ നശിച്ചൊരവസ്ഥ. എന്തായാലും ഇങ്ങനെ ഒരു സൈക്കോടെ കൂടെ അവൾ ഒരു ദിവസമല്ലേ അവൾ ജീവിച്ചുള്ളൂ. അത് തന്നെ അവളുടെ ഭാഗ്യമാണ്. എന്തായാലും ഇവൻ പോണെങ്കിൽ പോയി പണി നോക്കട്ടെ. ആ കുട്ടിക്ക് ഇനിയും നല്ലൊരു ജീവിതം ഉണ്ടാവും. എന്തായാലും ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത് ഇവന് ശക്തമായിട്ടുള്ള നടപടിയെടുത്ത് അവന് നിയമപരമായിട്ട് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.